വേണ്ട ചേച്ചിയുടെ ചേട്ടൻ്റെ അടുത്ത് വേണ്ട ചോദിക്കുന്നതാണ് കണ്ടോ, ക്രീം ചോദിക്കുന്നത്. അവനും തേക്കണം ക്രീം കണ്ടോ. പോണാ ആ അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ചേട്ടൻ പുറത്തേക്ക് പോകണം, അതാണ് ഈ പുഴിപിടിപ്പ് അവന്. ബാ മോന് ഡ്രസ്സൊക്കെ മാറ്റിത്തരാം, ബാ മോന് ഡ്രസ്സൊക്കെ മാറ്റാം, ബാ ഗഞ്ചിയൊക്കെ മാറ്റിത്തരാം, പൗഡറൊക്കെ ഇട്ടുതരാം, ബാ ഓ ടാറ്റ ബാ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയാ ആ ഡ്രസ്സൊക്കെ മാറ്റി പൗഡറൊക്കെ ഇട്ട് ആ ദേ ഡ്രസ്സൊക്കെ അവക്കടെ കാലിൽ പൗഡറൊക്കെ ഇട്ടോന്ന്, കാതിൽ മമ്മി പൗഡറൊക്കെ ഇട്ടോന്ന്. ആ നല്ല കുട്ടി. മോന് വ്യാഴാഴ്ച പെറ്റുകടയിൽ നിന്ന് മോൻ്റെ ഡ്രസ്സൊക്കെ കിട്ടും, അവർ കൊണ്ടുവരും, മോൻ്റെ അളവിലുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരും. ആ പൊക്കോ, ഇനി ഡാഡിയുടെ അടുത്ത് പോ, സുന്ദരക്കുട്ടനായി. ആ പൊക്കോ, ഡ്രസ്സൊക്കെ മാറ്റി പൗഡറൊക്കെ ഇട്ട്. ശരി നിനക്കും പല്ലിയേക്കണോ പൊന്നീനെ? പേസ്റ്റ് വേണോ? വന്നിരിക്കണം. അത് ആരെങ്കിലും പല്ലിയേക്കുമ്പോൾ അവിടെ വന്നിരിക്കുക. അപ്പം നിൻ്റെ പേസ്റ്റാണ് ഇത്, നിൻ്റെ പേസ്റ്റാണ്. തരാ പേസ്റ്റ് തരാം. ഇത് കണ്ട, ഇത് നിൻ്റെ പേസ്റ്റാണ് കണ്ട. എന്നാ വാ ആ വാ എന്നോ വായ നോക്കട്ടെ. പേസ്റ്റ് പല്ല് തേച്ചപ്പോൾ അവരും വേണം പേസ്റ്റ്. പേസ്റ്റ് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഡാഡി പല്ലിയേക്കുമ്പോൾ അപ്പോഴും വരും. ആ ഇത് മോൻ്റെ തന്നെ പേസ്റ്റാണ്. ഇത് കണ്ട ഈ സ്ട്രോ. വാ തുടച്ചു തരാം, കേട്ടാ. ആ പോക്കോ. പോക്കോ. അതിൻ്റെ മുട്ടയ്ക്ക് വേണ്ടിയാണോ ഇരിക്കുന്നത്? നീ ഇവിടെ മുട്ടയ്ക്ക് വേണ്ടിയാണോ ഇരിക്കുന്നത്? അതേ നിൻ്റെ മുട്ട തരാട്ടാ മമ്മ, ഇപ്പം തരാം കേട്ടാ. ഇത് പൊന്നിൻ്റെ മുട്ടയാണോ? മുട്ടയ്ക്ക് വേണ്ടിയാണോ ഇരിക്കുന്നത് പൊന്ന്? ഇത് പൊന്നിൻ്റെ മുട്ടയാണോ? മുട്ട വേണോ നിനക്ക്? മുട്ട വേണോ? നദി മുട്ടയാണോ? ചേട്ടനൊരു മുട്ട എടുത്തല്ലേ പൊന്നിൻ്റെ? ദേ പൊന്നിൻ്റെ മുട്ട. വാ ഇവിടെ ഉണ്ട്. അത് ചേട്ടന് കൊടുത്തത്. വാ ഇവിടെ ഉണ്ട്. ചേട്ടന് വേണ്ടാന്ന്, ചേട്ടന് നിൻ്റെ ദേ വച്ചു. ചേട്ടൻ കഴിച്ചില്ല, മോൻ്റെ തന്നു. ശരി. ദേ മുട്ട ചേട്ടനെടുത്താ, മോൻ്റെ മുട്ട ചേട്ടനെടുത്താ. ചേട്ടന് മുട്ട കൊതിയ ഇല്ല, ചേട്ടനെടുത്തില്ല. ഇവിടെ വാ ദേ ഇവിടെ ഉണ്ട്. എടാ ഇവിടെ വാടാ, ചേട്ടൻ്റെ പ്ലേറ്റിലില്ല മുട്ട. ദേ ഇവിടെ ദേ മമ്മിയുടെ കയ്യിലുണ്ട്. ദേ മുട്ട ചേട്ടനെടുത്തില്ല. ദേ ചേട്ടനും മുട്ട കൊതിയ, മോനും മുട്ട കൊതിയ. ദേ ഇത് 5 മുട്ടയും മോനുള്ളത് തന്നെ. ബാ തരാം ബാ. ഓ അയ്യോ, ചേട്ടൻ്റെ പ്ലേറ്റിൽ ചെന്ന് നോക്കണ. ഏടാ അതെ, എന്തിനാട്ടാ എൻ്റെ മുട്ട എടുത്തേ? ഓ അയ്യോ ദേ ഇവിടെ പൊങ്കിയത് കണ്ട. എന്തിന് ചേട്ടാ മുട്ട എടുത്താ? പ്ലേറ്റ് കാണിച്ചു കൊടുക്കടാ. ആ ചേട്ടൻ മുട്ട എടുത്താ അവനെ അടിക്കാം മമ്മി. ആ ബാ പൊന്നു ബാ, മോന് തരാം. ബാ മോന് തരാം മുട്ട. ബാ മോന് തരാം. ബാ പൊക്കോ. തണുത്തിട്ട് ഡാഡി പുതപ്പിച്ചു കൊടുത്തതാണ്. തട്ടി വീഴും പൊന്നു. അത് എടുത്തിട്ട് ഡാഡി പുതപ്പിച്ചു കൊടുത്താണ്. പുതപ്പും കൊണ്ട് നടക്കണ കണ്ട, തണുക്കുന്നവന്. അപ്പം അതുകൊണ്ട് ഡാഡി പുതപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ നടപ്പ് കണ്ട. പോക്കോ, ഡാഡി നേരാവണ്ണം പുതപ്പിച്ച് തരും. ആ വാലിൻ്റെ അവിടുന്ന് തണുപ്പുണ്ട്, നല്ല തണുപ്പും തണുത്ത കാറ്റും. അപ്പോൾ അതുകൊണ്ട് ഡാഡി പുതപ്പിച്ചു കൊടുത്താട്ടോ അവനെ. അവന് ഉടുപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് തണുക്കുന്നുണ്ട് പൊന്നിന്. നമ്മുടെ കുക്കിംഗ് വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കിംഗ് വീഡിയോ അല്ല, ഞാൻ എന്താ ഉണ്ടാക്കും. രാവിലെ ഞങ്ങൾ ബ്രെഡും മുട്ടയാണ്. കാരണം ഇന്ന് വേസ്റ്റ് വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഇത്തിരി 7 മണി വരെ കിടന്ന് ഉറങ്ങും, ഞായറാഴ്ചയല്ലേ. അപ്പോൾ ദീപക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ 12 മണി വരെ അടുക്കള തുടയ്ക്കൽ ഒക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രെഡ് മുട്ട, പിന്നെ ഇന്ന് പൈപ്പ് മേസ്തിരി വരുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ 3 ടാങ്ക് കഴുകണം. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ 10:30 മണിയാകുമ്പോൾ തന്നെ വെള്ളമൊക്കെ അടിച്ച് കളയും. അപ്പോൾ വെള്ളം ഉള്ള ബക്കറ്റിലുകളൊക്കെ നിറച്ച് വെക്കണം എന്നുള്ളതുകൊണ്ട് കുറേ നാളായി. അങ്ങനെ വെള്ളം നിറച്ച് വെക്കുമ്പോൾ നമുക്ക് മട്ടൻ വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തേക്കും കൂടെ ആയി കേട്ടോ. 2-3 റൊട്ടി ഉണ്ടാക്കിയാൽ മതി. കുറേ നാളായി എൻ്റെ മക്കൾ മട്ടൻ മേടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മട്ടൻ ഇവിടെ 850 രൂപ 900 രൂപ എങ്ങാണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് മട്ടൻ മേടിച്ചു. ഞങ്ങൾ റെഡ് മീറ്റ് അധികം മേടിക്കാറില്ല, പിന്നെ പശു ഇറച്ചി അതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല, ഇവിടെ വെക്കാറുമില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മട്ടൻ മേടിച്ചത്. ഇവിടെ ആട്ടിറച്ചിക്കൊക്കെ 850 രൂപ, 1 കിലോ 850 രൂപയാണെന്ന് തോന്നുന്നു ആണ്. അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ 2 മക്കൾ കുറേ നാളായി ആട്ടിറച്ചി വെക്കും മമ്മി, മട്ടൻ വെക്കും മമ്മി എന്ന് പറയുന്നത്. അതിന് വേണ്ടി ഇതേ മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടോ, മട്ടനാണ് കേട്ടോ, മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേജ്പത്ത, അതായത് ബേ ലീഫ്, പിന്നെ കറുകപ്പട്ട, ഇലാച്ചി, ഗ്രാമ്പു, ഇതൊക്കെ. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുകെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടുത്തെ മോഡലിലാണ് ഉണ്ടാക്കുന്നത്, അതാ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി ഞങ്ങൾക്ക് മട്ടൻ, ഇന്നലത്തെ സാമ്പാറൊക്കെ ഉണ്ട്. ഇനി കറിയൊന്നും വെക്കേണ്ട സമയമില്ല. ഇപ്പോൾ ആ മേസ്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളമൊക്കെ കളയും. അവർ കളഞ്ഞിട്ടല്ലേ ടാങ്ക് നമുക്ക് നന്നാക്കാൻ അതായത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ, പരിഷ്കാരാക്കാൻ പറ്റുള്ളൂ, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഇലാച്ചി എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ഇലാച്ചി കുറച്ച് വെച്ചേക്കുന്നത്, ഇലാച്ചി ഞാനൊന്ന് ഹെമദസ്തയിലിട്ട് ഇടിച്ച് എൻ്റെ തോടൊക്കെ ഇട്ട് ആ പൊടി മാത്രം ലാസ്റ്റ് വെന്തതിന് ശേഷം ഇതാക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിലിട്ട് നല്ലവണ്ണം വഴറ്റി എടുത്തിട്ട് കുക്കറിലിട്ട് പെട്ടെന്ന് വേവിക്കാനുള്ള പരിപാടി കേട്ടോ. കുറേ തുണികളും അലക്കണം. അപ്പം അവർ വെള്ളം വെറുതെ കളയും. അപ്പോൾ തുണിയൊക്കെ അലക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളതാണ്. മോൻ്റെ ഇറച്ചി അടുപ്പത്ത്, പിന്നെ ചോറ് അടുപ്പത്ത് കിടക്കുന്നുള്ള പണിക്ക് വേണ്ടിയാണ്. അപ്പം മട്ടൻ വെച്ച് കഴിയുമ്പോഴേ രാത്രി എൻ്റെ കാര്യമല്ല, മക്കൾക്ക് നമ്മൾ 2-3 റൊട്ടിയും കൂടെ വെച്ച കറി ബാലൻസ് ഉണ്ട്. അപ്പോൾ രാത്രി ഒന്നും വെക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. ദീപക്കൂല്ലല്ലോ, നല്ല പണിയായിട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കടുകെണ്ണയിൽ ഇതേ കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തെടുത്ത്, ഇവിടുത്തെ മോഡലിലാണ് കേട്ടോ. തേജ്പത്തയെല്ലാം ഇട്ടതിന് ശേഷം അതേ സവാള ഇട്ടു. സവാള വഴറ്റി വന്നതിന് ശേഷം ഈ മസാലകളൊക്കെ ഇടും. പിന്നെ ടൊമാറ്റോ ഇടും കേട്ടോ. അത് കഴിഞ്ഞ് മട്ടനും നമ്മൾ മുളക് പൊടിയും ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കേട്ടോ. അത് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റി ഒരു 1/2 മണിക്കൂർ മട്ടൻ അങ്ങോട്ട് വഴണ്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുകയുള്ളൂ. നല്ലവണ്ണം വഴണ്ട് കൊശ ചെയ്യും. ഇവിടുത്തെ ബംഗാളി പറഞ്ഞു വഴറ്റി അത് നല്ല ഹാർഡാവും മട്ടൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടക്കിടയ്ക്കൊക്കെ മക്കൾക്ക് കൊടുക്കണ്ടേ അല്ലേ, നമ്മൾ കഴിച്ചിട്ടിങ്ങനെ മക്കൾക്കെല്ലാം വെച്ച് കൊടുക്കണമല്ലോ. ആദ്യം പിടിച്ചൊരു പണിയാണ് കേട്ടോ. പൈപ്പ് മിസ്ത്രിയൊക്കെ 10:30 വരുന്നു പറഞ്ഞുകൊണ്ട് ആദ്യം പിടിച്ച് ചെയ്യണം, പെട്ടെന്ന് ചെയ്യാം. ബക്കറ്റുകളിൽ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2.5 മണിക്കൂർ അവർ താഴത്തെ ടാങ്ക്, മുകളിലത്തെ 2 ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും സമയം എടുക്കും. അത് കഴിഞ്ഞ് മോട്ടർ അടിക്കാൻ പറ്റുള്ളൂ. വെള്ളം നമ്മുടെ മെയിൻ ലൈനിലെ വെള്ളവും വീഴുന്നത് അപ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മട്ടനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി തീ കുറച്ച് ഫ്ലെയിം ചെറുതായിട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നല്ലവണ്ണം വഴറ്റി ഇതൊരു കളറൊക്കെ ചേഞ്ച് ആയി നല്ല ചുവന്ന കളറായി വരും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുന്ന മോനും ഒക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടി സാമ്പാറും അവിയലും ഉള്ളിക്കറിയൊക്കെ ഉണ്ട്. ഇന്നലെ ഈ മേസ്ത്രിമാർ വരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ സാമ്പാറും അവിയലൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് അടച്ച് 1/2 മണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ഫ്ലെയിം വളരെ കുറവായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇതിന് ക്ഷമ വേണം കേട്ടോ. ഒരു 1/2 മണിക്കൂർ എങ്ങനെയും പിടിക്കും. ചീനച്ചട്ടി അടുപ്പിലിട്ട് ചീനച്ചട്ടിയിൽ വേവിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. കുക്കറിലില്ല. ഞാൻ പെട്ടെന്നുള്ള പണിക്ക് വേണ്ടി ഒരു 1/2 മണിക്കൂർ വഴറ്റിയിട്ട് നല്ലവണ്ണം അതൊരു സത്തായി വരുമ്പോൾ കുക്കറിലേക്ക് ഇടും. അപ്പോൾ ഫ്രണ്ട്സ്, മോൻ്റെ ചിക്കനും ചോറൊക്കെ അതേ ഇവിടെ കിടക്കണം കേട്ടോ. മോൻ ചിക്കനാണ്. മോൻ്റെ ചോറ് വേകാൻ തുടങ്ങി. അവൻ്റെ ചിക്കനൊക്കെ അതേ കണ്ടോ വേകുന്നുണ്ട്. ഇത് നല്ലവണ്ണം വെന്തിട്ട് അവന് കൊടുക്കും. മോൻ്റെ അരിയും ചിക്കനൊക്കെ ഒരു പാത്രം. മോന് ഈ ലിവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചിക്കൻ്റെ ലിവറൊക്കെ. അപ്പം ഞങ്ങളത് കുറേ മേടിക്കും ലിവറൊക്കെ. അവന് പ്രത്യേകിച്ച് അവൻ്റെ ചോറും അരിയും ഇറച്ചിയും കൂടെ ഇടുമ്പോൾ ഒന്നിച്ച് വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇനിയുണ്ട്, ചോറ് വേകാനുണ്ട്, അരി വെന്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മട്ടൻ
വഴറ്റി 1 കിലോ മട്ടനായിരുന്നു. ഇപ്പോൾ അത് കണ്ടോ വച്ചപ്പോൾ എല്ലാം കുറഞ്ഞു. ഒന്നും കൂടെ വരട്ടി ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഇങ്ങനെയാവും കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടും. ഈ ചീനച്ചട്ടിയിൽ തന്നെ വെള്ളം തിളപ്പിച്ച് കുക്കറിലേക്ക് ഒഴിക്കും. 2 സ്റ്റീം വന്നതിന് ശേഷം മാറ്റിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുള്ളൂ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് അലിഞ്ഞു പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 സ്റ്റീം കൂടെ ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റീമൊക്കെ പോയി എടുത്തതിന് ശേഷം ഇലാച്ചി പൗഡർ, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല ഇത് മുകളിലേക്ക് ഇടും. ഇത് നമ്മുടെ ഇറച്ചിയിൽ ഇടുന്നത് ലാസ്റ്റാണ് കേട്ടോ. എല്ലാം വെന്ത് കുക്കർ തുറന്നതിന് ശേഷം ഇട്ടിട്ട് കുറച്ച് നേരം തീയിലല്ല വെറുതെ അടച്ചു വെക്കും. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ മട്ടൻ ഒത്തിരി വീഡിയോ ഫോണൊന്ന് ചരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എൻ്റെ മട്ടനൊക്കെ ശരിയായി. ഇത് കണ്ടോ, ഇനി ഇത് കുറുകും കേട്ടോ. കുറുകി ചാറില്ലാതാവും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് എടുത്തേക്കുന്നേ. ഇത് കണ്ടോ, എൻ്റെ ഫ്രണ്ട്സ് ബംഗാളിയിലും പല രീതിയിൽ വെക്കാം കേട്ടോ. നമ്മുടെ മലയാളി രീതിയിലും പല രീതിയിൽ മട്ടൻ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത് മക്കൾക്ക് ഇവിടുത്തെ രീതിയിലൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം. ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്തു. ഇത് കണ്ടോ ഉരുളക്കിഴങ്ങൊക്കെ വെന്തു, കുഴപ്പമില്ല. അപ്പം ഞാനിത് മട്ടനായതിന് ശേഷം ഇത് കണ്ടോ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇച്ചിരി ഇലാച്ചി പൗഡർ, ഇതെല്ലാം കൂടെ ഇലാച്ചി പൊടിച്ചത് കേട്ടോ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കും. അപ്പോൾ ഇതിനി ഗ്രേവി ആയിട്ടേ വരുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ഒരു ചാറ് വരില്ല കേട്ടോ. ഇച്ചിരി ഗ്രേവി ഇത് കട്ടിയാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമുള്ളവർ മസ്റ്റർഡ് ഓയിൽ ഇല്ലാത്തവർക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം അതേ അടച്ചു വെക്കുന്നു. അപ്പോൾ മേസ്തിരിമാരൊക്കെ വന്നു, മട്ടനൊക്കെ ആയി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അച്ഛൻ വന്നോ? ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നോ? അയ്യോ എത്തി നോക്കണം. അച്ഛൻ മാർക്കറ്റിൽ നിന്ന് വന്നു, ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നോ. ഡാഡാ പൊന്നിൻ്റെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നോ. ഡാഡ ചിക്കൻ ഇതായിരുന്നു നോക്കി, ഇതായിരുന്നു ഏട്ടക്കീ ഇതൊക്കെത്തോ. പുതിയ വാടകക്കാരോട് ഭയങ്കര बोलो गुड मॉर्निंग, हाय बोलो अंकल को हाय बोलो. ओह 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 हाय बोलो अंकल को हाय बोल. कोता बोलছি बात करता है. टाटा वरा अंकल പിന്നെ വരും. ടാറ്റ പറഞ്ഞ പോലെ ടാറ്റ പറഞ്ഞ. പതുക്കെ അതെ അങ്കിളവിടെ പണി ചെയ്യുന്ന അയാൾ അടിച്ചുവായിരുന്നു പൊന്നു, അടിച്ചുവായിരുന്നു. അങ്കിളവിടെ പണിയെടുക്കുന്ന പൊന്നു. അങ്കിളേ അവിടെ പണിയെടുക്കുന്നു അങ്കിള്. ടാറ്റ പറ. ഓ ആസ്ते टाटा. अंकल काम करता है तो बोलो हाय बोलो हाय. ഓ പോയി അങ്കിള് പോയില്ലേ. ആണോ മമ്മിയുടെ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അച്ഛൻ മാർക്കറ്റിൽ പോയി ചിക്കൻ മേടിച്ചുകൊണ്ടോ വന്നോന്നാണ് ഈ ഒളിഞ്ഞും എത്തിയൊക്കെ നോക്കുന്ന അപ്പുറത്തെ ആൾക്കാരോട് സംസാരവും. ഞാൻ വന്നില്ല, ചിക്കനൊന്നും മേടിച്ച് വന്നില്ല. വരുമ്പോൾ ഇങ്ങോട്ട് വരും. അതേ ഗേറ്റ് തുറന്നിട്ടില്ല. അതെ അവന് ഗേറ്റ് തുറന്നിട്ടില്ല കേട്ടാ. വരുമ്പോൾ ഇങ്ങോട്ട് വരും. ഒരു പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വെറുതെ വിട് മോനെ അവരെ, ആ വാടകക്കാരെ വെറുതെ വിട്. ആ ബുള്ളറ്റിൻ്റെ അച്ഛനല്ല, പുതിയ അങ്കിളാണ്. അവരെ വെറുതെ വിട്. അവരിവിടെ പണിയെന്ന് കണ്ടില്ലേ പൊന്നു. അവിടെ ഇരിക്കും, കുറച്ച് നേരം വെയിൽ കൊണ്ട്. ആ ഭാഗത്തൊന്നും വെയിലില്ല. ഇച്ചിരി നേരം വെയിൽ കൊണ്ടോ. നല്ല തണുപ്പല്ലേ. ഇന്ന് രാവിലെ ടീഷർട്ട് ഇട്ടിട്ട് അച്ഛ എല്ലാം പുതപ്പിച്ച് തന്നു പൊന്നിനെ പുതപ്പിച്ച് തന്നു. പുതപ്പിച്ച് ഇങ്ങനെ കുണുങ്ങി നടക്കുന്നത് കണ്ടില്ലായിരുന്നോ? അവിടെ ഇരുന്നോ കുറച്ച് നേരം വെയിൽ കൊണ്ട്. നമുക്കിപ്പോൾ തുണി വിരിക്കാൻ പറഞ്ഞാൽ ഇനി 3 ടാങ്ക് കഴുകാൻ പൈപ്പ് മേസ്തിരി വരും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ടാങ്ക്, ഈ മുകളിലത്തെ 2 ടാങ്ക് നമ്മൾ താഴത്തെ ഭയങ്കര വലിയ ടാങ്കാണ്, റിസോർട്ട് ടാങ്കാണ് കേട്ടോ. അതും കഴുകാൻ ഇന്ന് ആൾ വരും. അപ്പോൾ അതിന് മുമ്പ് തുണിയൊക്കെ അലക്കിയിട്ട് പാചകങ്ങളൊക്കെ ചെയ്തിട്ട് ടാങ്കിലെ വെള്ളം മുഴുവൻ അടിച്ച് കളയണം. ഒരു 3 പേരുണ്ടാവും. 2-3 താഴത്തെ ടാങ്ക് തന്നെ ഭയങ്കര വലിയ റിസർവ് ബാങ്കാണ് കേട്ടോ. നമ്മൾ ഈ മുകളിൽ കയറുന്ന വെള്ളമൊക്കെ 3 നേരം വന്ന് വീണ അതിലാണ്. ഭയങ്കര വലുതാണത്. അപ്പോൾ അതൊക്കെ ഇന്ന് കഴുകി എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 കൊല്ലമൊക്കെ കൂടുമ്പോൾ താഴത്തൊക്കെ കഴുകും കേട്ടോ. താഴത്ത് കഴുകണമെങ്കിൽ ഭയങ്കര പാടാണ്. അത് ഭയങ്കര കിണർ പോലത്തെ ഇതാണ്. 2 പേര് താഴെ ഇറങ്ങി വെള്ളം കോരി കളഞ്ഞ് അതിൻ്റെ അകത്തൊക്കെ തുടച്ച് മരുന്നിട്ട് ഒക്കെ പിന്നെ ഇനി വെള്ളം കയറണം, അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് പൈപ്പ് മേസ്ത്രി വരുന്നുണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ പണി അതാണ്. ഒരു 10:30 മണിയാകുമ്പോൾ വരുവേ. അപ്പം അതിന് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടൂല. രാവിലെ അലക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ വെള്ളം അങ്ങോട്ട് ഇനി മോട്ടർ അടിച്ച് കളയണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇതാരാ അവിടെ കൊണ്ടുവന്ന് ഇട്ടത്? ഓ ഓ ഓ, ഈ ബോൾ ആരാണ് പൊന്നു അവിടെ കൊണ്ടുവന്ന് ഇട്ടത്? ആരാ ഇട്ടത് അവിടെ? ഓ ഓ ഓ, ഇവിടെ ഇട്ട അച്ഛൻ വന്നോളും. അച്ഛൻ മാർക്കറ്റിലൊക്കെ പോയി മോൻ്റെ ചിക്കൻ മാത്രം മേടിക്കാൻ പോയതാണ്, വേറെ ഒന്നുമല്ല. എവിടെ പുറത്തേക്ക് ഇടയില്ലേ ബോള്? പുറത്തേക്ക് പോവും. എവിടെ ബോളെന്തേ? ഈ ബോള് പിടിച്ചിവിടെ ഇരിക്കല്ല. അതെ പൊന്നു. ആഹാ, ഇവിടെ ഒരു പൂച്ച ഓടിയത്. അത് ഓടി. പൂച്ച നിന്നെ കണ്ടോണ്ട് പേടിച്ച് ഓടി. ഓടിയടാ, അവളോടി പൂച്ച. മതിലൊക്കെ കഴിഞ്ഞ് പോകും പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പുറത്തെ വീട്ടിലൊക്കെ പൊക്കളയും ബോള്. ബോളെടുക്കാൻ ഓടുന്നതാ കേട്ടോ. ബോളെടുക്കാൻ ഓടുന്നത്. ഇന്ന് മുകളിൽ ബോള് കളിച്ചില്ല. അമ്മയ്ക്ക് ഇന്ന് പണിയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് മേസ്ത്രിമാർ വരുന്നതുകൊണ്ട് പണിയൊക്കെയാണ്. അപ്പോൾ തടി മേസ്ത്രിയൊക്കെ വീട്ടിൽ പോയി കേട്ടോ. അവരിനി തിങ്കൾ ചൊവ്വ വരും. കാരണം ഒരാഴ്ചയായിട്ട് പണിയായിരുന്നല്ലോ. അപ്പോൾ അവർ അവരുടെ വൈഫിൻ്റെ അടുത്ത് പോയി. ഒരാഴ്ച കഴിയുമ്പോൾ ഇനിയും പണിയുണ്ട്. പണി കഴിഞ്ഞിട്ട് വരും. അന്ന് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടി വരും. മോളും കൊണ്ട് പോകുന്ന പോക്ക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ പതിപോലെ വന്നാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഹാപ്പി സൺഡേ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മോൻ്റെയും തരഫായിട്ട് ഒരു ഹാപ്പി സൺഡേ കേട്ടോ. എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലതൊക്കെ വരട്ടെ, നല്ലതായിട്ട് വരട്ടെ എല്ലാവർക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.